ആലപ്പുഴ നോർത്ത് പോലീസ് 4 പേർക്കെതിരെ കേസെടുത്തു. ദൃശ്യങ്ങൾ കാണാം. ഇങ്ങനെ കേറിട്ട് ഇങ്ങോട്ട് ഞാൻ വണ്ടി കേട്ടി ഞാൻ വണ്ടി സ്പീഡില്ല. അവരോട് ചോദിക്കാം. അതിന്റെ അപ്പുറത്തെ തോമസ് നിങ്ങൾക്ക് കേസാകെ നമുക്ക് എന്റെ നമ്പർ ഇല്ല, വണ്ടി നമ്പർ ഉണ്ട്. കൊടകര സ്വദേശിയായ അരുണിനാണ് മർദ്ദനമേറ്റത്. 4 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, ഇത് ഈ വിനോദസഞ്ചാരികളെയും കൊണ്ടുവന്ന കാറാണ്. ഈ ബഹളം ഉണ്ടാകുന്ന സമയത്ത് ഈ വിനോദസഞ്ചാരികൾ ആ കാറിലിരിക്കുകയാണ്. അത് തന്നെയാണ്. വിനോദസഞ്ചാരി മലേഷ്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുമായിരുന്നു ഈ തരത്തിൽ ആലപ്പുഴയിലേക്ക് ഈ ഡ്രൈവർ എത്തിയിരുന്നത്. അവർ ഉൾപ്പെടെ ഈ കാറിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ നാട്ടുകാരായ 4 പേർ ഈ ഡ്രൈവറോട് വളരെ മോശമായി പെരുമാറുകയും പിന്നീട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പുന്നമട സ്റ്റാർട്ടിംഗ് പോയിന്റിന് സമീപത്ത് റിസോർട്ടിലായിരുന്നു വിനോദസഞ്ചാരികൾ താമസിച്ചിരുന്നത്. അങ്ങനെ അവരെ അവിടെ നിന്ന് എടുത്ത് തിരികെ വരുന്ന ചെറിയൊരു ഇടവഴിയാണ്. ആ വഴി വരുന്ന സമയത്ത് ഒരു ചെറിയൊരു വഴിയിൽ കൂടെ മറ്റൊരു വഴിയിൽ കൂടെ ഇരുചക്ര വാഹനത്തിൽ ഒരു യുവാവും യുവതിയും കയറി വരുന്നു. അങ്ങനെ പെട്ടെന്ന് വാഹനം ഈ റോഡിലേക്ക് കയറിയതോടുകൂടി തന്നെ ഡ്രൈവർ അത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. നേരെ വാഹനമെടുത്ത് പോവുകയാണ് ഉണ്ടായത്. അതായത് യഥാർത്ഥത്തിൽ ഈ ഇടവഴിയിൽ നിന്ന് റോഡിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇരുചക്ര വാഹനം ഓടിക്കുന്ന ആളാണ്. കാരണം ഇത് ചെറിയ വഴിയാണ്, പെട്ടെന്ന് മറ്റൊരു റോഡിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഉണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രമേ ഇത്തരത്തിൽ ഈ പ്രധാന പാതയിലേക്ക് കയറ്റാൻ പാടുള്ളൂ. പക്ഷേ അത് ചെയ്യാതെ നേരെ കയറ്റുകയും പിന്നീട് വാഹനം തട്ടാൻ പോയി എന്നതിന് പേരിൽ ഈ കാർ ഡ്രൈവറുടെ അത്തരത്തിൽ പ്രകോപനം ഉണ്ടാക്കുകയും അദ്ദേഹത്തെ മർദ്ദിക്കുകയുമായിരുന്നു ഉണ്ടായത്. ആദ്യം ഈ കാർ ഓടിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് മുന്നിൽ ഇരുചക്ര വാഹനം ബ്രേക്ക് ചവിട്ടി ഇങ്ങനെ സ്ലോ ആക്കി ബുദ്ധിമുട്ടുണ്ടാക്കി. അതിനുശേഷം ഈ പുന്നമട സ്റ്റാർട്ടിംഗ് പോയിന്റ് സമീപത്തെത്തിയ സമയത്ത് സുഹൃത്തുക്കളെ കൂടി കൂട്ടിച്ചേർത്ത് വാഹനം തടഞ്ഞു നിർത്തി ഡ്രൈവറെ പുറത്തിറക്കിയ ശേഷം മർദ്ദിക്കുകയായിരുന്നു. ഡ്രൈവർക്ക് മുഖത്തും തലയ്ക്കും അടക്കം പരിക്കേറ്റിട്ടുണ്ട്. മൂക്കിൽ നിന്ന് ചോരയടക്കം വരുന്ന സാഹചര്യമുണ്ട്.